ഗ്രാവിറ്റേഷൻ്റെ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഇതിന് ഈ 2018 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇതൊരു ഫിഗർ തന്നിട്ടുണ്ട്. ഈ ഫിഗറിൽ ഇത് എർത്ത് റിവോൾവ് ചെയ്യുന്ന എർത്തിൻ്റെ ഓർബിറ്റാണ് തന്നിരിക്കുന്നത്. ഓക്കെ, നമുക്കറിയാമല്ലോ എർത്ത് എലിപ്സ് ആയിട്ടല്ലേ കറങ്ങുന്നത്. അപ്പോൾ ആ എലിപ്സാണ് തന്നിരിക്കുന്നത്. ഓക്കെ, പിന്നെ അതിൻ്റെ ഫോക്കസിൽ ആരുണ്ട്, സണ്ണിൻ്റെ പൊസിഷൻ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഓർബിറ്റിൽ എർത്തിൻ്റെ 3 പൊസിഷൻ അവർ മാർക്ക് ചെയ്തിട്ടുണ്ട്, ABC. അങ്ങനെയാണെങ്കിൽ 3 പൊസിഷനിൽ എർത്തിൻ്റെ കൈനറ്റിക് എനർജിൻ്റെ ഓർഡർ ആവേണ്ട. ഓക്കെ, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ചുമ്മാ തിയറിയാണ്. ഓക്കെ, സോ നമുക്കറിയാമത് കെപ്ലസ് സെക്കൻഡ് ലോയിൻ്റെ ആപ്ലിക്കേഷൻ അല്ലേ. കെപ്ലസ് സെക്കൻഡ് ലോ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് ഒരു പ്ലാനറ്റ് റിവോൾവ് ചെയ്യുമ്പോൾ അതിന് പുറത്തുള്ള ടോർക്ക് 0 ആയിരിക്കും. അപ്പോൾ ടോർക്ക് 0 ആണെങ്കിൽ ആംഗുലർ മൊമെൻറ്റം കോൺസ്റ്റന്റ് ആയിരിക്കും അല്ലേ. ദാറ്റ് ഈസ് L ഡിവൈഡഡ് ബൈ 2m ഇസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് ആണ് അല്ലേ. കെപ്ലർ സെക്കൻഡ് ലോ അപ്ലൈ ചെയ്താൽ മതി അല്ലേ. ഇനി ആംഗുലർ മൊമെൻറ്റം എന്തോ R ക്രോസ് P ആണ് അല്ലേ. ദാറ്റ് ഈസ് MVR ആയിട്ട് എഴുതാമല്ലോ. അപ്പോൾ MVR ബൈ 2m ഇസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് എന്ന് വരും അല്ലേ. അതിൽ mm ക്യാൻസൽ ആയി ഇപ്പോൾ VR ഇസ് ഈക്വൽ ടു കോൺസ്റ്റന്റ് എന്ന് വരും അല്ലേ. അപ്പോൾ ഇതിൽ നിന്ന് V ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു R ആയിട്ട് എഴുതാമല്ലോ. V ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു R അല്ലേ. ഇതാണ് കെപ്ലർ സെക്കൻഡ് ലോ. അതിൽ V എന്തുവാ, എർത്തിൻ്റെ വെലോസിറ്റി ആണ് V. ഇനി R എന്തുവാ, എർത്തും സണ്ണും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് R. അപ്പോൾ R കൂടുമ്പോൾ വെലോസിറ്റി എന്ത് ചെയ്യും, വെലോസിറ്റി കുറയും അല്ലേ. അപ്പോൾ ഈ കേസിൽ R ഏറ്റവും കൂടുതൽ എവിടെയാണെന്ന് നോക്കിയാൽ 3 പൊസിഷനിൽ R Cയിലല്ലേ ഏറ്റവും കൂടുതൽ അല്ലേ. സണ്ണും Cയും തമ്മിലാണ് R മാക്സിമം ആയിട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ വെലോസിറ്റി മിനിമം ആയിരിക്കും. ഇനി വെലോസിറ്റി മിനിമം ആണ്, കൈനറ്റിക് എനർജിയും മിനിമം ആയിരിക്കും. അപ്പോൾ C ആണ് ഏറ്റവും ലാസ്റ്റ് ആയിട്ട് വരുന്നത് അല്ലേ. ഇനി A B തമ്മിൽ നോക്കും. അപ്പോൾ A Bയിലൊരു കാര്യം ശ്രദ്ധിച്ചോണം. A Bയിൽ കൈനറ്റിക് എനർജി നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ചിലർക്ക് സംശയം വരും, സർ ഈ ഡിസ്റ്റൻസ് അല്ലേ ഏറ്റവും കുറവ്, ഇവിടെ R മിനിമം എന്ന് പറയുമ്പോൾ ഇതല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ വെലോസിറ്റി മാക്സിമം ആയിരിക്കും, കൈനറ്റിക് എനർജി മാക്സിമം ആയിരിക്കും. പക്ഷെ അങ്ങനെയല്ല ശരിക്കും. അതിൽ ഇവിടെ 2 ടേംസ് നമ്മൾ അറിയണം. ഇതല്ലേ R മാക്സ്. ഈ R മാക്സിന് ഒരു പേരുണ്ട്. ദിസ് R മാക്സ് ഇസ് ഓൾസോ കോൾഡ് ആസ് അപ്പോജി. അപ്പോൾ അപ്പോജി എന്ന് പറഞ്ഞാൽ സണ്ണും എർത്തും തമ്മിലുള്ള ഏറ്റവും വലിയ ഡിസ്റ്റൻസിനാണ് അപ്പോജി എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ വേറൊരു വേർഡുണ്ട് പെരിജി. പെരിജി എന്ന് പറഞ്ഞാൽ എർത്തും സണ്ണും തമ്മിലുള്ള ഏറ്റവും മിനിമം ഡിസ്റ്റൻസാണ്. അപ്പോൾ ഈ അപ്പോജി പെരിജി എപ്പോഴും സെയിം ലൈനിലേ കാണത്തുള്ളൂ. ഓക്കെ, അത് ഒരിക്കലും പെർപെൻഡിക്കുലർ ആയിട്ട് വരത്തില്ല. അപ്പോൾ പെരിജി എന്ന് പറഞ്ഞാൽ R മിനിമം അല്ലേ. R മിനിമം ഒരിക്കലും, ഇതാണ് R മാക്സ് എങ്കിൽ R മിനിമം ഒരിക്കലും അതിൻ്റെ പെർപെൻഡിക്കുലർ ആയിട്ട് വരത്തില്ല. R മിനിമം എപ്പോഴും ഒരു സെയിം ലൈനിലായിരിക്കും കാണുന്നത്. R മിനിമവും R മാക്സും എപ്പോഴും സെയിം ലൈനിലായിരിക്കും കാണുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇതാണ് അപ്പോജി എങ്കിൽ പെരിജി ഇതേ വരത്തുള്ളൂ. പക്ഷെ നമ്മൾ പടത്തിൽ നോക്കുമ്പോൾ അങ്ങനെ അല്ല തോന്നുന്നത്. ശരിക്കും നമുക്ക് R മിനിമം ഇതാണെന്ന് തോന്നിപ്പോകും. പക്ഷേ ഇതല്ല, ശരിക്കും R മിനിമം ഇതാണ്. അപ്പോൾ ഇവിടെ R മിനിമം ആണെങ്കിൽ വെലോസിറ്റി എന്തായിരിക്കും, മാക്സിമം ആയിരിക്കും. അപ്പോൾ കൈനറ്റിക് എനർജി Aയിലായിരിക്കും മാക്സിമം വരിക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ ഏതാ, B ഇസ് ദി ആൻസർ. K > KB > KC.